പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാൾ വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത്? നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ 10 ദിവസത്തിനെ കൂട്ടിക്കൊണ്ട് മോളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു.
ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങള് 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിന്റെ സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചെന്ന് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തില് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സ്വയം അറിയണമെങ്കിലേ ഈ ഐസയ 38:12 വായിച്ച്, ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ചാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിന്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറെ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യന്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളൂ. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം. എന്ത് പറ്റി? തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെയായിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്. ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5 അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്?
കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്, അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് സംസാരിച്ച് ഇതേ ഒരു വാക്ക് സംസാരിച്ചു, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രവിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രവിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പോൾ നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ, പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. ഉടമ്പടിയുടെ ഒരു പാക്കേജിലുള്ളതാണ് ഈ അരികിൽ വരവെന്ന് പറയുന്നത്. അൾത്താറിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലേ അതിന് കൃത്യമായിട്ടുള്ള തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതിൻ്റെ മരിയൻ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, കവനൻ്റെ തിയോളജി ഉണ്ടാവും. എല്ലാം കറക്റ്റായിട്ടുള്ള സംഭവം. അല്ലാതെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റുകയോ വിശ്വാസത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. അരികിൽ വരണമേ എന്ന് വെച്ചാൽ ബൈ പ്രസൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന്. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ഈശോ ചോദിക്കും, ഡു യു മീൻ ഇറ്റ്? ഇവിടെ വെച്ചാണ് അനുഭവം. എന്തുകൊണ്ടാണ് അനുഭവം ഇല്ലാത്തതെന്ന് ചിലർക്കെങ്കിലും അനുഭവം ഇല്ലാത്ത എന്താ അറിയാം? ദേ ആർ നോട്ട് മീനിങ് ഇറ്റ്. പലർക്കും ദൈവാനുഭവം ഇല്ലാത്തതിന് അല്ലാതെ ദൈവാനുഭവം ഉണ്ടാകുന്നതിനുള്ളൊരു കുറുക്ക് വഴി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈശോ എന്നാ ചോദിച്ചത് 10:25 ലൂക്കാൻ്റെ സുവിശേഷം എന്നാ പറയണത്? അതായത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വിഷയം. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുവെച്ചാൽ, നിയമം എന്ന് വെച്ചാൽ വചനം അല്ലേ? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അതാ പ്രശ്നം. അതാ രണ്ടാമത്തെ ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, അത് കർത്താവിൻ്റെ സ്ഥലത്താണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിലായിരിക്കണത്. നിയമത്തിൽ എഴുതിയിരിക്കണ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണ കാര്യമല്ലേ? കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളത് എങ്ങനെ റിസീവ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളത് റിസീവ് ചെയ്യാനുള്ള നമ്മുടെ പ്രൊപ്പോർഷൻ എന്താണ്? ഇവിടെയാണ് നമ്മുടെ കപ്പാസിറ്റി വരുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കപ്പാസിറ്റി. കാര്യം എപ്പോഴും നിങ്ങൾ ഓരോ ദിവസത്തെ കവനൻ്റ് കഴിയുമ്പോഴും പ്രേയർ കഴിയുമ്പോഴും നിങ്ങൾ നിലവാരത്തെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ, ഒരു എന്താണ് ആന്തരിക വീണ്ടും വിചാരം ഉണ്ടാകണം. എന്താണ് എൻ്റെ കപ്പാസിറ്റി കൂടിയോ? ഇതിൻ്റെ രണ്ട് പോളാണ്. രണ്ട് പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട് ഇതിന്. ഒന്ന് ദൈവത്തിൻ്റെ പാർട്ടാണ്. ദൈവത്തിൻ്റെ പാർട്ടിന് കുറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മളെ ബാധിക്കണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. വീട്ടിലെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ പറയും ടാപ്പ് തുറന്നിട്ട് വെള്ളം വരണില്ല, വെള്ളം തരുന്നത്. അപ്പം നിങ്ങൾ ഉടനെ വാട്ടർ അതോറിറ്റി വിളിച്ച് പറയും. അപ്പോൾ പറയും, ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ വെള്ളം വിട്ടല്ലോ, നിങ്ങൾ കിട്ടാത്ത നിങ്ങളുടെ ടാപ്പ് വല്ല പ്രശ്നം ഉണ്ടാകുന്ന നോക്കാൻ പറയും. അതാണ് പ്രോബ്ലം. രണ്ട് പാർട്ടുണ്ട്. വെള്ളം വിട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടണ്ടേ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് ഈശോ ചോദിക്കുന്നത്. നിയമത്തിൽ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ അത് എങ്ങനെയാണ് വായിച്ച് കുളവാക്കിയിരിക്കണമെന്ന് ചോദിക്കുന്നത്. എന്താ സംഭവം? അത് നിൻ്റെ കാര്യമാണ്. അത് നമ്മൾ അവിടെ മെയിൻ്റെനൻസ് എപ്പോഴും ആവശ്യമുള്ള ഭാഷ. അതായത് ദൈവാനുഭവത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിൽ മെയിൻ്റെനൻസ് എപ്പോഴും വേണം. ചിലപ്പോൾ വിശ്വസ്തതയുടെ കാര്യത്തിൽ ചിലപ്പോൾ വീണ് പോയി കാണും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് ഒരു പ്രിസർവേറ്റീവാണ്. അത് എവർലാസ്റ്റിംഗ് കവനൻ്റ് എന്നാണ് എൻ്റെ അർത്ഥം. കാര്യം ഉടമ്പടി നീ ചെയ്താൽ, ഉടമ്പടി ബൈ നേച്ചർ ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ്. ഇപ്പോൾ 32 40 എന്താ പറയുന്നത്? ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി നിത്യമാണെന്ന്. അല്ല ടെമ്പററി ഉടമ്പടി ഇല്ല നമുക്ക്. നമ്മളൊരു 90 ദിവസം എടുക്കുന്നതിൻ്റെ കാര്യം, ഉടമ്പടിയുടെ ഒരു ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന 90 ദിവസമാണ്. ഒബേദ് ഹെറോദിൻ്റെ വീട്ടിലും 90 ദിവസം ഉടമ്പടി വാഗ്ദാന പേടകം ഇരുന്ന് അനുഗ്രഹിച്ചത്. അതിൻ്റെ നമ്മൾ 90 ദിവസം മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണത്. പിന്നെ പുതുക്കണത് അവനവരുടെ സൗകര്യവും സമയമൊക്കെ ഉണ്ടെങ്കിൽ പുതുക്കിയാൽ മതി. പിന്നെ പുതുക്കുമ്പോൾ പിന്നെ രണ്ടാമത് ആ 90 ദിവസത്തേക്കാണ് നമ്മൾ പുതുക്കണത്. ചിലപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വീണ് പോകും. ഇടയ്ക്ക് ചിലപ്പോൾ ഗ്യാപ്പ് വീണ് ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാകത്തില്ല. ഉള്ള ആൾക്കാർ പുറത്ത് പോയി ജോലിക്ക് പോയി കാണും, നീ മാത്രമേ ഉള്ളൂ, നിനക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, പ്രായമായ അമ്മ വീട്ടിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പ്രഷറിനൊക്കെ ഉള്ളതാണ്, മരുന്ന് സമയത്ത് കൊടുക്കണം, അപ്പോൾ നിനക്ക് വരാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് വേണം നിനക്ക് വരാൻ. അങ്ങനെ ഓരോരുത്തർ സിറ്റുവേഷൻസ് എല്ലാം ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 90 ദിവസത്തേക്ക് പുതുക്കിയിട്ട് ആ 90 ദിവസം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കണം. അതിൽ അവിശ്വസ്തത വരുത്തരുത്. കാര്യം നമ്മുടെ ഈ മറ്റു കാര്യങ്ങളെ പോലെ നമ്മൾ ദൈവദൃസന്നിധിയിൽ ഇപ്പോൾ റിലേഷൻ എന്നല്ലേ പറയുന്നത്, വേറിത്ത് റിലേഷൻ. അപ്പോൾ ഇന്ന് സെക്കൻഡ് 2 എഡ്ജുണ്ട്. ഒന്ന് നീയാണ് കക്ഷി, പിന്നെ ഒന്ന് ദൈവമാണ് ഒരു കക്ഷി. അപ്പോൾ ഈ 2 കക്ഷികളുള്ള കാരണം നമ്മൾ ദൈവത്തോട് ചെയ്തിട്ട കാര്യങ്ങളാണ്.
അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ ദൈവവും ഇത് സീരിയസ് ആയിട്ട് എടുക്കും. കാര്യം ഈ ഉടമ്പടിയുടെ വിഷയം 90 ദിവസം നീ വിശ്വസ്തയോടെ ചെയ്തെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞാൽ ദൈവം അപ്പോഴും വിശ്വസ്തനായിട്ട് നിൽക്കുമല്ലോ. നിനക്ക് നിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെന്നല്ലേ. 90 ദിവസം കഴിയണം. 90 ദിവസം പക്ഷേ കറക്റ്റായിരിക്കണം. ആ 90 ദിവസം നീ കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡാണ്. എന്താ കാര്യം? അത് 2 തിമോത്തി 2:13 വെച്ചാൽ ഗ്യാരണ്ടീഡാണ്. നീ അവിശ്വസ്തനാണെങ്കിലും ദൈവം വിശ്വസ്തനായിരിക്കും. പിടിയിടിയ അത് ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്ക് മനസ്സിലാക്കണം. അതായത് 2 തിമോത്തി 2:13 എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും പറഞ്ഞേ ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടിയുടെ വരുമാനം, അതിൻ്റെ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ നിനക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി കാശ് രൂപം, അതാണല്ലേ നമുക്ക് പ്രമാണമായിട്ട് പട്ടയമായിട്ട് കയ്യിലുള്ളത്. അത് ഞങ്ങൾ ഒരു 5 പൈസ പോലും മേടിക്കാതെ പുതുക്കി തരും. ദാറ്റ് മനസ്സിലായി. അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു ഉപാധി പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള ഫലകങ്ങളാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഉണ്ടാകുന്ന അവരെന്താ ചെയ്തിരിക്കണത്? അതിനവർ ആ ഫീലിംഗ് ദൈവം വാഗ്ദാനം ചെയ്യുമല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം മാറത്തില്ല അതിനകത്തുനിന്ന്. അത് 33:14 നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എബ്രഹാത്തിനോടും പറയാം. പ്രസൻസ് അതാണ്. പ്രസൻസ് എപ്പോഴും ദൈവം ഉടമ്പടി ഭാഗമായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പ്രസൻസ്. അത് ആശുപത്രിയിലായാലും എംബസിയിലായാലും കോർട്ടിലായാലും എവിടെയായാലും അതാണ് സഞ്ചാരി മാതാവ് ആൾക്കാർ സാക്ഷ്യം പറയണത്. അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് ജ്ഞാപകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പ് ചുരുളാണത്. ചെമ്പ് ചുരുളെ എഴുതി വെക്കും, ക്ഷേമ പ്രയർ എഴുതി വെക്കും. ഹിയർ ഇസ്രയേൽ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ് യു ഷൽ ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രയറുണ്ട്. എന്താണ്? ഇസ്രയേലെ ശ്രവിക്കുക, നിൻ ദൈവമായ കർത്താവ് ഏക ദൈവമാണ്, ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നുള്ള ചെമ്പുതകടെ എഴുതി വെച്ചിട്ട് നെറ്റിയിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കും പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി. അതെന്നിട്ട് ഇതിമേ തൊട്ടിട്ട് ഇവർ ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രസൻസ്. കാര്യം ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് അവിശ്വസ്ത ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾക്ക് അതിനോട് വിശ്വസ്ത തോന്നാൻ വേണ്ടിയാണ് ഈ പലക നെറ്റിയിൽ കെട്ടിവെച്ച് നടക്കുന്നത്. അതിന് പകരമാണ് ഞങ്ങൾ മരിയൻ ഉടമ്പടി നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള വലിയ കാശുരൂപം തരണത്. അതുകൊണ്ടാണ് അത് പോയി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ റീഫണ്ട് ചെയ്യും, ഉടനെ തരും, ഉടനെ തിരിച്ചു തരും. പോയെന്ന് പറഞ്ഞാൽ അത് എഴുതി തരണം. പോയി എന്ന് പറയുന്നത് മകൾക്ക് കൊടുത്തേച്ചും വന്നിട്ടും കള്ളത്തരം പറയരുത്. അത് ചെയ്യരുത്. അത് നമ്മൾ ദൈവത്തോട് ചെയ്യണ ഒരു അപരാധമല്ല. അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. പക്ഷേ പോയെന്ന് നിങ്ങൾ എഴുതി തന്നാൽ ഒരു പൈസ പോലും മേടിക്കാതെ എപ്പോഴൊക്കെ പോയെന്ന് പറഞ്ഞാലും തിരിച്ചു തരും. കാര്യം അത് നിങ്ങൾക്ക് അതിൻ്റെ വില അറിയത്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ വില അറിയാം. കാര്യം അത് ജ്ഞാപകമാണ്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് പഴയ നിയമം പോലെ ഉപയോഗിക്കുന്നതാണത്. അതുകൊണ്ട് ഇന്നും തരും. അതുവേണ്ടി ഇപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെ ഇത് കൊടുക്കുന്ന സമയമാണ്. പക്ഷേ ഡാമേജ് ഉള്ളത് തന്നാൽ ഡാമേജ് ആയിപ്പോയി. ശരിക്കും അതിങ്ങനെ ഡാമേജ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കരുത്. അതിൻ്റെ കൊളുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു തന്നെ അപ്പോൾ പുതിയ തരും. അതിനുടനെ പുതിയ തരും. കൈമോശം വന്നു പോയാൽ കൈമോശം വന്നതാണെന്ന് ഞങ്ങൾ അറിയാൻ വേണ്ടി കളർ വ്യത്യാസമുള്ള എന്നാൽ വളരെ ഫ്രഷായിട്ടുള്ള പ്രയർ പവർ 2 ഒരുപോലെയാണ് അത് തരും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പക്ഷേ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അതിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്. കാര്യം നമുക്ക് ക്ഷേമ പ്രയറിന് പകരം നമ്മൾ ഉടമ്പടി തന്നിരിക്കുന്നത് വിശ്വാസപ്രമാണമാണ്. പഴയ നിയമത്തിലെ ക്ഷേമ പ്രയറിന് പകരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസപ്രമാണം തന്നിരിക്കുന്നത്. 2 ഒന്ന് തന്നെയാണ്. അതായത് ഹിയർ ഇസ്രയേൽ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ് എന്ന് പറയുന്ന ക്ഷേമ പ്രയറും ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന വിശ്വാസപ്രമാണവും ബേസിക്കായിട്ട് ഒരു സാധനം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് എവിടെയാണ് ഇപ്പോൾ ഈശോ ഒരു സാന്നിധ്യം നിനക്കില്ല. ഇപ്പോൾ ചിലർ ഇപ്പോൾ ഒരു കോടതി ചെന്ന് നിൻ്റെ കേസ് തോക്കുമെന്ന് വാദം കേൾക്കുമ്പോൾ നിനക്ക് തോക്കുമെന്ന് അറിയണമെങ്കിൽ ആ വാദത്തിനെ പോലും നമുക്ക് ദൈവത്തിനെ കൊണ്ട് അമ്മ എല്ലായിടത്തും സാന്നിധ്യം നൽകണമല്ലേ. ഞാനിത് പറയണേക്ക് തിയറി മാത്രമല്ല, സാക്ഷ്യങ്ങളെല്ലാം ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാ കാര്യങ്ങൾക്കും നമ്മളതനുസരിച്ചാണ് ആക്ടിവേറ്റ് ചെയ്യണത്. നമ്മൾക്കും ആ വിശ്വസ്തത ഉണ്ടെങ്കിൽ ദൈവം പിന്നെ അതിനോട് ഏത് അറ്റം വരെയും ദൈവം നിൻ്റെ കൂടെ നിൽക്കും. വിശ്വസ്തത ഒരു പ്രോബ്ലമാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വിശ്വാസം മതിയല്ല എന്നാണ്. പക്ഷേ സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം മതി. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന സംവിധാനത്തിന് വിശ്വസ്തതയാണ് വേണ്ടത്. അപ്പം നീ ദൈവത്തോട് എടുത്തിരിക്കുന്ന ഉടമ്പടിയില്ലേ, ഉടമ്പടി നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിൻ്റെ വിശുദ്ധിയുടെ കാര്യങ്ങൾ, നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ സുവിശേഷ പ്രഘോഷണം, അതുപോലെ തന്നെ നിൻ്റെ സുവിശേഷ പ്രചാരണം, ഇതൊക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ പതുക്കെ ചെയ്ത് നീ എപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമാണ് ഭയങ്കര. എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട
പുറപ്പാട് 14:14 ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമുള്ളതാണ്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ടെൻഷൻ അടിക്കേണ്ടെന്ന് ബൈബിൾ പറയുന്നൊരു ഭാഗപതാണ്. പുറപ്പാട് 14:14 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി. അപ്പോൾ 1 കോടിയുടെയൊക്കെ ജപ്തി നടപടി വന്നെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാ, ഇനി അധികം കാര്യങ്ങൾ ഓവറായിട്ട് നിങ്ങൾ അവിടെ പോയി ഇവിടെ തിരക്ക് പരവേശം കൊണ്ട് നടക്കണ്ട, മര്യാദക്ക് കൂൾ ഡൗൺ ആകുക. എന്താ കാര്യം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ അച്ഛാ ഒന്നും പറയണ്ട അച്ഛാ, വിസ ഇപ്പോൾ 2013 സ്റ്റാറ്റസ് ഇട്ടാണ്, ഞങ്ങൾ നെറ്റടിച്ച് നോക്കിയിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ല, അതങ്ങനെ തന്നെ നിൽക്കണം, സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ മോളെ ഇനി അതിൻ്റെ അകത്ത് നീ ഉൾക്കൊണ്ട പറയണ്ട. എന്താ കാര്യം? ഇനി നമുക്കവിടെ ചെയ്യാൻ, നമുക്ക് അമേരിക്ക ചെല്ലാനോ ആ കമ്പനി ചെല്ലാനോ ചോദിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കർത്താവിന് അവിടെ ചെല്ലാനും നിൻ്റെ വിസയുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇളക്കിയെടുക്കാനും പറ്റും. ഇതാണ് പുറപ്പാട് 14 പറയണത്. പുറപ്പാട് 14 ഒരു ജനത അനുഭവിച്ച വിശ്വാസ സാക്ഷ്യമാണ്. പക്ഷേ നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അതേ ദൈവത്തിലെ ഉടമ്പടിയുടെ പ്രശ്നത്തിൻ്റെ ക്ലെയിം അല്ലേ. മറ്റു പ്രാർത്ഥനയ്ക്ക് ക്ലെയിം ഇല്ലല്ലോ. എന്ത് പ്രാർത്ഥനയ്ക്ക് എന്ത് ക്ലെയിം ഉണ്ട് നിങ്ങൾക്ക്? മറ്റു പ്രാർത്ഥനയ്ക്ക് ക്ലെയിം എന്താ ഉള്ളത്? നമുക്ക് ക്ലെയിം ഉണ്ടെന്ന് പറയണത് യേശുക്രിസ്തു. നമ്മൾ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പ്രതി എന്ന് പറയുന്നത്. നമ്മൾ പീഡാനുഭവത്തിനെ പ്രതിയായിട്ട് ക്ലെയിം ആക്കുകയാണ്. പക്ഷേ അത് എന്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മെരിറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ ഫെയ്ത്താണ്. പക്ഷേ ബൈ ഫെയ്ത്തിനൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം മൂലമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ വിശ്വാസത്തിന് യാക്കോബിൻ്റെ വെളിപാട് വരുമ്പോൾ എബ്രാഹത്തിൻ്റെ നീതീകരണമായിട്ട് വ്യത്യാസം വരും. എബ്രാഹത്തിന് ആദ്യകാലങ്ങളിൽ കൊടുത്ത വെളിപാടിനനുസരിച്ചുകൊണ്ട് ദൈവം അവൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായിരിക്കും. എബ്രാഹത്തിന് ഫെയ്ത്ത് മാത്രം മതി. പക്ഷേ ഫെയ്ത്ത് മാത്രം മതി എന്ന് പറയും, വിശ്വാസം മാത്രം മതി. പക്ഷേ അതിൻ്റെ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3ാം ക്ലാസ് വരത്തില്ലേ? അത് അല്ലെങ്കിൽ നമ്മൾ SSLC കഴിഞ്ഞിട്ട് പിന്നെ +1 കഴിഞ്ഞില്ലേ? അപ്പോൾ മുന്നോട്ട് പുറകോട്ടാണ് നമ്മൾ പഠിക്കണം, അല്ലല്ല മുമ്പോട്ടല്ലേ പോണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വിഷയം നിങ്ങളുടെ വിശ്വാസം കൊണ്ട് താങ്ങത്തില്ല വിഷയം. അത് നിങ്ങൾ ടെക്നിക്കായിട്ട് മനസ്സിലാക്കണം. വിശ്വാസം കൊണ്ട് താങ്ങത്തില്ല. എന്താ കാര്യം? പ്രവൃത്തി വേണ്ടി വരും അവിടെ. അതാണ് യാക്കോബ് പറയണത്, വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഇപ്പോൾ എബ്രാഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ 15:6 ഉൽപ്പത്തി 15:6 എന്താ പറയണത്? എബ്രാഹിം തൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിലും ആ വിശ്വാസത്തിൽ പിന്നീട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. അത് പ്രവൃത്തിയാണ്. അപ്പോഴേ എപ്പോഴും നമ്മുടെ വിശ്വാസം നീതീകരിക്കുന്നത് പ്രവൃത്തി കൊണ്ടാണ്. ഇതുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കുന്നത്. കുറേ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വസ്തതയെ നീതീകരിക്കേണ്ടത്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോയിരുന്ന കൈബോക്കിക്ക് ഉടമ്പടി പ്രകാരം രോഗികളെ സന്ദർശിക്കാൻ പോയവർ ഇത്രയേ ഉള്ള ആൾക്കാർ. ഇവിടെയാണ് പ്രവൃത്തികൾ പരാജയം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്ന നമ്മൾ ഉടമ്പടിയിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നതാണ്. അപ്പോഴേ എന്തിനാണ്? ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ദൈവിക നടപടിയാണ്. അത് മാതാവിൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല, അമ്മയിൽ വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ കണ്ടുപിടുത്തമാണ്. അമ്മയെ കണ്ടപ്പോഴെന്തുകൊണ്ടാണ് മാലാക്ക പറഞ്ഞത്? കരുത്വമനെ എന്താ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഇവർ ഫുൾ ഓഫ് ഗ്രേസാണ്. ഫുൾ ഓഫ് ഗ്രേസ് ആയത് കാരണം കൃപ നിറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞ അവളെ സ്വസ്തിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബലം കിട്ടേണ്ട കാരണം അതാണ്. ഇവർ കൃപ നിറഞ്ഞതാളാണ്. ഈ കൃപ നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ആത്മാവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാം ഈ കൃപയിൽ അറിയാൻ പറ്റും. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടിയുടെ ബേസ്മെൻറ്റ്, അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞെന്ന് പറയുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ ഇല്ലായ്മ ആളല്ല, അതൊരു പ്രതീകമാണ്. ആരോഗ്യമില്ല, പഠിച്ചിട്ട് മനസ്സാകണില്ല, ചിലർക്ക് പഠിച്ചിട്ട് മനസ്സാകണില്ലല്ലോ. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ IELTSകാരെ എല്ലാ ദിവസവും പ്രൊഫഷണൽസിനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പ്രൊഫഷണൽസിന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് എത്ര IAS ആയാലും ശരി, എന്തായാലും ശരി, IT ആയാലും ശരി, പ്രൊഫഷണൽസിനെ എപ്പോഴും പ്രാർത്ഥിക്കും. അത് അവരുടെ രേഖ കാണിച്ചാൽ മതി. ഉടമ്പടി എടുത്ത് രേഖ കാണിച്ചാൽ അപ്പം തന്നെ വിളിപ്പിക്കുവരാ. കാര്യം അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം അവരുടെ ചേട്ടനും അനുജനും ഒക്കെ രക്ഷപ്പെടും, അവരുടെ അനിയത്തിയൊക്കെ രക്ഷപ്പെടും. ഒരാൾ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ആ കുടുംബത്തിൽ നിന്ന്
കുറേ എണ്ണത്തിന് അവർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പൊട്ടടിക്കാൻ പോകത്തില്ലല്ലോ, അവർ ആ കുടുംബത്തെ വേദനിച്ച് വളരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കളെ കടങ്ങൾ പരിഹരിക്കും. അത് കാരണം എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷണൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൊഫഷണൽ അച്ഛൻ നിങ്ങൾ ബസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ വരും, കരഞ്ഞുകൊണ്ടായിരിക്കും വരണവർ. അവർ പറഞ്ഞാൽ വെച്ചാൽ അച്ഛാ എനിക്ക് പലയിലൊന്നും ഇരിക്കണില്ല അച്ഛാ എന്ന് പറയും. തലയിലൊന്നും ഇരിക്കണില്ല അച്ഛാ, പക്ഷേ എനിക്കിതല്ല വേറെ പരീക്ഷയില്ല, പഠിക്കാനും പറ്റത്തില്ലെന്ന് പറയും. ഞാൻ പറയും തലയിലൊന്നും ഇരിക്കണ്ട, കർത്താവ് ഇരുന്നാവോ എന്നിൻ്റെ തലേ. എന്താ കാര്യം? ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവർ പറയും അച്ഛാ ഞാനതിന് എഴുതിയില്ലായിരുന്നല്ലോ, ഞാനതിന് എഴുതിയില്ലല്ലോ അത്. പക്ഷേ എഴുതാത്തതിനും അമ്മ സ്കോർ ചെയ്തെന്ന് വരും. ഇത് നമ്മൾ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചത്തുകളയും. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഓർക്കും കൈ കെട്ടിയിരുന്നാൽ മതി, ദൈവത്തെ വിളിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ ചെയ്യും. ബാക്കി എന്ത് ചെയ്യും? ആര് ചെയ്യും? എല്ലാം നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഇല്ല. നിങ്ങളുടെ കടങ്ങളെ എല്ലാം അപ്പം നിങ്ങളിപ്പോൾ ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറയും. ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറയും. കാര്യം എന്താ കാര്യം? നമുക്ക് വേണ്ടി ഈ ആൾ നേരത്തെ എല്ലാം കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് കൃപ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആളിലൊന്ന് ഭംഗിയായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മതി. കൊടുക്കാനുള്ളതെല്ലാം ഈ ആൾ നേരത്തെ നമുക്ക് വേണ്ടി റെമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. ഒക്കെ ഐശ്വര്യം കെട്ടുപോയെന്നൊന്നും പറയരുത്. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഐസയ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയ ആദ്യ നിമിഷം എന്താ പറഞ്ഞെന്നറിയാവോ? അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കോ. ഐസയ 1:19. ഇപ്പം സങ്കീർത്തനം എന്താ പറയണത്? നെഗേബിലെ ജലപ്രവാഹങ്ങൾ ഇടയ്ക്ക് ഇത് നമ്മുടെ ഭാരതപ്പുഴ പോലെയാണ്. ഇടയ്ക്ക് മാർച്ച് മാസമാകുമ്പോൾ ഉണങ്ങിപ്പോകും. ഭാരതപ്പുഴ ഞാൻ ഇടയ്ക്കൊക്കെ പണ്ട് ധ്യാനിപ്പിക്കാൻ നടക്കുന്ന കാലത്ത്, പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ നടക്കുന്ന കാലത്ത് ഭാരതപ്പുഴയ്ക്ക് ഇറങ്ങി നിൽക്കും. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നദിയായിരുന്നു പണ്ടും. ഞാൻ പെരിയാറിൽ കുറേ നാൾ ആലുവപ്പുഴ താമസിക്കുമ്പോൾ പുഴകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് നടന്നു പോകാം നമുക്ക് മാർച്ച് മാസത്തിലൊക്കെ. പക്ഷേ അത് പിന്നെ വരണത് എപ്പോഴാണ്? ജൂൺ മാസത്തിലാകുമ്പോഴാണ് വീണ്ടും പുഴയിൽ വെള്ളമാകണത്. അതുപോലെ ഒരു പുഴയാണ് നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ. ഒന്ന് പ്രാർത്ഥിച്ചേ. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പൊ ഇത് സങ്കീർത്തനം 126:4. ഇതിന് മറുപടി പറയണത് പരിശുദ്ധാത്മ പറയും. എപ്പോഴാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കണത്? അനുസരിച്ചാൽ. എന്ത് അനുസരിച്ചാൽ? കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ, ഉടമ്പടി പാലിച്ചാൽ എന്നാണ് അർത്ഥം. ഐശ്വര്യം ഇരിക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഐസയ 1:19 പറയണത് എന്താണ്? അനുസരിച്ചാൽ. പറഞ്ഞേ, അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. ഇപ്പൊ ഡിൻസിയുടെ സാക്ഷ്യം അതല്ലേ? 100 കൊല്ലമായിട്ട് ആ നാട്ടിൽ വെള്ളമില്ല. ആ വീട്ടിലല്ലേ, ആ നാട്ടിൽ ആ പ്രദേശത്ത് വെള്ളമില്ല. ഉടമ്പടി എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു തണുപ്പ് പോലെ മാതാവ് കൂടെ വന്ന്. അപ്പോൾ അവർക്ക് തോന്നി പിറ്റേ ദിവസം ആരോട് ഇത് ആരോട് സാക്ഷ്യം പറഞ്ഞു, ഇത് മനുഷ്യനല്ല എന്നാണ് പറയണത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിണർ കുഴിക്കാൻ തോന്നി. അപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞത് മണ്ടത്തരമാണ്. എത്രയോ തലമുറകൾ കുഴിച്ചിട്ട് വെള്ളമില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞൊരു പ്രോജക്റ്റാണിത്. നിങ്ങളിപ്പോൾ എന്ത് മണ്ടത്തരം, വെറുതെ കാശ് കളയാൻ പോകണമെന്ന് ഓരോരുത്തർ പറയും. കാശ് കളയാൻ പോകണമെന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇപ്പം ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല ഉടമ്പടി തുടങ്ങാൻ പോകുന്നു. അമ്മ എന്നോട് പറഞ്ഞ സമയത്ത് ഞാനൊരു നേർച്ചപ്പെട്ടി പോലെ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ടും ബേബിച്ചായൻ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തനുണ്ട്. ബേബിച്ചായ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ തങ്കച്ചായൻ എൻ്റെ സണ്ണി ഇവരൊക്കെ വന്ന് സന്ധ്യയ്ക്ക് വന്നിട്ടും പറയും. അപ്പോൾ അന്നാണ് ഇത് തുടങ്ങി 2015 സെപ്റ്റംബറിൽ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മുമ്പിൽ അടിസ്ഥാനത്തിൽ എഴുതിയിടാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഫോർമാറ്റ് ആയിട്ടില്ലായിരുന്നു, ഐഡിയ മാത്രമേ അമ്മ തന്നുള്ളായിരുന്നു. അതിൻ്റെ ഒന്നാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അത് വേളാങ്കണ്ണി വെച്ച് 90 കൊന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അന്ന് പറഞ്ഞ എല്ലാം ഞാൻ ബുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം തുടങ്ങുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും. സൗന്ദര്യം പോകാം, ആരോഗ്യം പോകാം, സമ്പത്ത് പോകാം, കടങ്ങളാകാം, ചിലപ്പോൾ വീട്ടിൻ്റെ ചുറ്റുപാട് നമുക്ക് സമാധാനം പോകാം. പക്ഷേ എന്തൊക്കെ പോയാലും എൻ്റെ മക്കളെ ഇതെല്ലാം പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൈ ഇടിച്ച് കർത്താൻ